കുടുംബശ്രീ സംസ്ഥാന പ്രോഗ്രാം മാനേജർ നിഷാദ് സിസി നമ്മോടൊപ്പം തുടരുന്നുണ്ട്. ശ്രീ നിഷാദ്, കുടുംബത്തിൽ നിന്ന് തുടങ്ങണമെന്നാണ് എല്ലാവരും പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട പ്രതിവിധി. അപ്പോൾ ഈ കുടുംബശ്രീയിൽ അംഗങ്ങളായ കുടുംബിനികളായ അമ്മമാർ വീട്ടിൽ മക്കൾക്ക് നൽകേണ്ട പാരന്റിങ്ങിനെ കുറിച്ചൊക്കെ അങ്ങ് നേരത്തെ സംസാരിച്ചു. മക്കൾക്ക് നൽകേണ്ട നിർദ്ദേശങ്ങൾക്കപ്പുറത്തേക്ക് ഈ അമ്മമാരും അച്ഛന്മാരും സ്വയമേവ മനസ്സിലാക്കേണ്ട കുറേ കാര്യങ്ങളുണ്ടല്ലോ. പ്രത്യേകിച്ചും ഈ അമ്മയും അച്ഛനും മൊബൈലിൽ രണ്ട് സൈഡിൽ അമ്മയും അച്ഛനും ഇരുന്നുകൊണ്ട് ഈ മൊബൈലിൽ അഭിരമിക്കുന്നതിനിടയിലാണ് കുട്ടികളോട് ആ മൊബൈൽ എടുത്തു വെക്കാനൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ അനാവശ്യമായ കണ്ടന്റുകൾക്ക് പിന്നാലെ മാതാപിതാക്കൾ പോകുന്നത് കണ്ടാണ് ഇവരും ഈ ഗെയിമിങ്ങിലും ഒക്കെ ആകൃഷ്ടരായി അതിന് പിന്നാലെ പോകുന്നത്. അപ്പോൾ ഈ സ്മാർട്ട് ഫോൺ ഉപയോഗത്തിലും സോഷ്യൽ മീഡിയ ഉപയോഗത്തിലും ഒക്കെ കുറെ കൂടി നമ്മുടെ പുതിയ കാലത്തെ അച്ഛനമ്മമാർക്കും കൺട്രോൾ വേണ്ട കാര്യം കൂടി കുടുംബശ്രീയുടെ ഏതെങ്കിലും ഇടങ്ങളിൽ ഏതെങ്കിലും കൂട്ടായ്മകളിലൊക്കെ ഒരു ചർച്ചയായി കൊണ്ടുവരേണ്ട ഒന്നല്ലേ? തീർച്ചയായിട്ടും. എന്താണ്, കഴിഞ്ഞ വർഷം കുടുംബശ്രീ ഒരു പ്രധാനപ്പെട്ട ഒരു വലിയ ക്യാമ്പയിനിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പേര് ബാക്ക് ടു സ്കൂൾ എന്നായിരുന്നു. ബാക്ക് ടു സ്കൂൾ 5 വിഷയങ്ങളെ ആസ്പദമാക്കി ഉള്ള ഒരു ചർച്ചാ ക്ലാസ് ആയിരുന്നു. അതിൽ ഒരു പ്രധാനപ്പെട്ട രണ്ടാമത്തെ ചർച്ചാ ക്ലാസ് എന്ന് പറയുന്നത് സന്തുഷ്ട കുടുംബം എന്നുള്ളതായിരുന്നു. ആ സന്തുഷ്ട കുടുംബം എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു കുടുംബാന്തരീക്ഷം എങ്ങനെയാണ് സൃഷ്ടിക്കുക. അപ്പോൾ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ പാരൻറ്റിങ് എന്ന് ഉദ്ദേശിക്കുന്നത് പേരൻസിൻ്റെ റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റിയെ കൃത്യമായിട്ട് പ്രതിപാദിച്ചുകൊണ്ടുള്ള പ്രോഗ്രാമാണ് ഉദ്ദേശിക്കുന്നത്. മറിച്ച് കുട്ടികളെ എങ്ങനെ വളർത്താം എന്നുള്ളതിനപ്പുറത്തേക്ക് അവരുടെ റോൾ ആൻഡ് റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് കൃത്യമായിട്ട് പറയുക എന്നുള്ളതാണ്. കുടുംബശ്രീ ഇതിനകം തന്നെ ഇത്തരം വിഷയങ്ങളിൽ ഇടപെടുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുടുംബശ്രീ ചെയ്യാൻ പറ്റുന്ന, കുടുംബശ്രീ ഇപ്പം നിലവിൽ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ബാലസഭ എന്ന് പറയുന്ന ഏകദേശം 65,000-ഓളം കുട്ടികളുടെ അയൽക്കൂട്ടങ്ങൾ നമുക്കുണ്ട്. വിവിധങ്ങളായ പ്രവർത്തനങ്ങളാണ് ലഹരിക്കെതിരെയും ശുചിത്വത്തിൻ്റെ എതിരെയുമുള്ള വിവിധ പ്രവർത്തനങ്ങളാണ് ബാലസഭയുടെ നേതൃത്വത്തിൽ വരുന്നത്. എന്നാൽ അവിടെ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയുണ്ട്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്ത് ചെയ്യേണ്ടതുണ്ട്, പ്രാവർത്തികമാക്കേണ്ടതുണ്ട്. ഇന്നും നമ്മുടെ പാരൻസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം കുട്ടിക്ക് A+ വാങ്ങുക എന്നുള്ളതാണ്. ഈ A+ തന്നെ നമുക്കറിയാം, പണ്ട് റാങ്ക് ഒഴിവാക്കി A+ലേക്ക് വന്നപ്പോൾ അത് കുട്ടികളുടെ മാനസിക ആരോഗ്യത്തെ വല്ലാണ്ട് ബാധിക്കുന്നുണ്ട്. ഒരു രക്ഷിതാവ് ഒരു പ്രോഗ്രാമിന് കുടുംബശ്രീയുമായി ബന്ധപ്പെട്ട ഒരു ക്ലാസ്സിന് പോയ സമയത്ത് ഒരു അമ്മ പറഞ്ഞ കാര്യമാണ്, എൻ്റെ കുട്ടിക്ക് A+ വാങ്ങണം. ആ A+ കിട്ടാൻ എന്താണ് സാറേ വഴി? എനിക്ക് എൻ്റെ കുട്ടിയുടെ ഫോട്ടോ ഫ്ലെക്സ് ബോർഡിൽ വരണമെന്ന എൻ്റെ ആഗ്രഹം. അപ്പോൾ തീർച്ചയായിട്ടും ഇത്തരം മനോപ്രശ്നമുള്ള ഒരു സമൂഹമാണ് നമ്മുടെ സമൂഹം. പലപ്പോഴും ഒരു സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു പോളിസി ഡിസിഷൻ ഉണ്ടാവേണ്ടതുണ്ട്. A+ കിട്ടിയ കുട്ടികളുടെ മാർക്ക് പത്രങ്ങൾ വരുന്നു, ഫ്ലെക്സ് ബോർഡുകൾ വരുന്നു. കിട്ടാത്ത കുട്ടികളാണ് 90% കുട്ടികളും. ആ 90% കുട്ടികളിലാണ് പേഴ്സണാലിറ്റി ഡിസോർഡർ വരുന്നത്, സൈക്കോളജിക്കൽ ഇഷ്യൂസ് വരുന്നത്. അവരാണ് അക്രമവാസനയിലേക്ക് പോകുന്നത്, അവരാണ് ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റീസിലേക്ക് പോകുന്നത്. ഇത് തീർച്ചയായിട്ടും നമ്മുടെ സമൂഹത്തിലുണ്ടാവുന്ന വിദ്യാഭ്യാസപരമായിട്ട് നമ്മുടെ എങ്ങനെയാണ് കുട്ടികളെ വളർത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ പലപ്പോഴും ഈ കുട്ടികളുടെ പേഴ്സണാലിറ്റി ഡിസോർഡർ, ഇപ്പോൾ നമുക്കറിയാം അക്രമവാസന വരുന്ന കുട്ടികൾ ഏത് ടൈപ്പ് കുട്ടികളാണ്. ഒരു പക്ഷേ A+കാരാവണമെന്നില്ല. ഒരു 10 പേരെ നമ്മൾ എടുത്ത് പഠനം നടക്കുക, അതിൽ ബഹുഭൂരിപക്ഷം പേരും ആവറേജോ ബിലോ ആവറേജ് കുട്ടികളായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരെ അക്രമവാസനയിലേക്ക് പോവാൻ അവരെ തള്ളിവിടുന്ന മനോഗതി എന്ന് പറയുന്നത്, എനിക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നൊരിടം പഠിക്കാൻ എനിക്ക് ഏതായാലും പറ്റില്ല. അപ്പോൾ എനിക്ക് എന്ത് വേണം? വേറൊരു ഓപ്ഷൻ വേണം. എനിക്ക് അവിടെ ഹീറോ ആവണം. അപ്പോൾ ആ ഹീറോ ആവുന്നതിന് വേണ്ടിയാണ് നേരത്തെ പറഞ്ഞതുപോലെ മാർക്കോ സിനിമ. ഇപ്പോൾ അടുത്തൊരു കണ്ടൊരു സിനിമയുടെ പേര് പണി എന്നുള്ളതാണ്. ആ സിനിമയുടെ പേരിൽ തന്നെ ഉണ്ട് ഒരു ആൻറ്റി വാക്ക്. ആ പണിയുടെ സിനിമ കണ്ട് അതിൻ്റെ വ്യൂസിൽ കുറെ കമൻസ് ചെയ്തത് എന്തായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 22-23 വയസ്സുള്ള 2 വില്ലന്മാർ, കാരണം നായകനേക്കാൾ, ജോജോ എന്ന് പറയുന്ന നായകനേക്കാൾ വീരപരിവേഷം കൊടുത്തത് ആ 2 വില്ലന്മാർക്കാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ആന്റി സോഷ്യൽ ബിഹേവിയർ ഉള്ള അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള കുട്ടിയാണ് ഈ സിനിമ കാണുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അവർ ക്രിമിനലാവും. അതേസമയത്ത് 90% മികച്ച സാമൂഹ്യ ഉത്തരവാദിത്ത ബോധമുള്ള പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് ഇല്ലാത്ത കുട്ടികളാണ് ആ സിനിമ കാണുന്നെങ്കിൽ ഒരിക്കലും അവർ ആൻറ്റി ആയിട്ട് മാറില്ല. കാരണം എന്തുകൊണ്ടാണ്? അവരുടെ മനസ്സിനകത്ത് എന്താ വരിക? ഇത് തെറ്റാണ്, ഇത് തിന്മയാണ്. ഈ തിന്മയ്ക്കെതിരെ പ്രതികരിക്കാനുള്ള ഒരു മനോഭാവമായിരിക്കും അവർ സൃഷ്ടിക്കുക. അതേസമയത്ത്
ആൻറ്റി ബിഹേവിയർ ഉള്ള പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ള ഒരു കുട്ടി നെഗറ്റീവായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആയി ബന്ധപ്പെട്ട ഒരു കാര്യം കാണുമ്പോൾ അത് കേൾക്കുമ്പോൾ തീർച്ചയായും. സ്വാഭാവികമായിട്ടും അവിടെ റിയാക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. അപ്പൊ ഈ തരത്തിൽ സോഷ്യൽ എഞ്ചിനീയറിംഗ് ആസ്പെക്ട്സിലൂടെ വളരെ സയന്റിഫിക്കലി ആണ് എന്ത് ചെയ്യേണ്ടത്, നമ്മൾ ഈ ഒരു കാര്യത്തെ കാണേണ്ടത്. അപ്പൊ സയന്റിഫിക്കലി ഒരു പ്രോട്ടോകോൾ സംസ്ഥാനത്തിനകത്ത്, ഇന്ത്യ രാജ്യത്തിനകത്ത് കുട്ടികളെ വളർത്തുന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തെ കുറിച്ച് കൃത്യമായൊരു പ്രോട്ടോകോൾ സൃഷ്ടിക്കുകയും ആ പ്രോട്ടോകോളിനകത്ത് കമ്മ്യൂണിറ്റിയുടെ ഇൻവോൾവ്മെന്റ്, ഇപ്പൊ നമ്മുടെ PTA പാരന്റ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻസ് ഉണ്ട്, സ്കൂൾ മാനേജ്മെന്റ് അസോസിയേഷനുകളുണ്ട്. അവർ എത്രത്തോളം എഫക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ, ഇത്തരം വിഷയങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ? പാരന്റ്സ് മീറ്റിംഗ് വിളിക്കാറുണ്ട്. ആ പാരന്റ്സ് മീറ്റിംഗിൽ എന്തുകൊണ്ട് പാരന്റിംഗ് ഒരു വിഷയമാക്കി മാറ്റിക്കൂടാ? എന്തുകൊണ്ട് നമ്മുടെ സമയപരിമിതി കൊണ്ടാണ് ഇടപെടുന്നത്. ഇത്തരം ശ്രീ നിഷാദ് പ്രതികരിച്ചതിന്.